കോഴിക്കോട് അരയിടത്ത് പാലത്ത് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 50ഓളം പേർക്ക് പരിക്ക്. ചികിത്സയിലുള്ള ബൈക്ക് യാത്രക്കാരൻ മേത്തോട് താഴം സ്വദേശി മുഹമ്മദ് സാനിഹിന്റെ നില ഗുരുതരമായി തുടരുന്നു. ബസ് അമിത വേഗതയിൽ ആയിരുന്നുവെന്നും വേഗത കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും പരിക്കേറ്റ യാത്രക്കാർ പറഞ്ഞു. അപകടത്തിൽപ്പെട്ട ബസും ബൈക്കും പരിശോധിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് നിന്ന് മാവൂരിലേക്ക് പോവുകയായിരുന്ന വെർട്ടെക്സ് എന്ന സ്വകാര്യ ബസ്സാണ് വൈകിട്ട് 4 മണിയോടെ അപകടത്തിൽപ്പെട്ടത്. അരയിടത്തുപാലം മേൽപ്പാലത്തിൽ വെച്ച് ബൈക്കിനെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ബസ് മറിയുകയായിരുന്നു. എതിരെ വന്ന ബൈക്ക് യാത്രക്കാരനായ മേത്തോട്ടുതാഴം സ്വദേശി മുഹമ്മദ് സാനിഹിനെ ബസ് ഇടിച്ചു തെറിപ്പിച്ചു. ഇയാളുടെ നില ഗുരുതരമായി തുടരുന്നു. ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 56 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ബസ് അമിത വേഗതയിലായിരുന്നുവെന്നും വേഗത കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും യാത്രക്കാർ പറയുന്നു. വണ്ടി ഓവർ സ്പീഡ് ആയിരുന്നു. അതിൻ്റെ മുന്നൊരു ബസ് തട്ടാൻ പോയി, പിന്നെ വേറൊരു ബസ്സിനെ ഓവർടേക്ക് ചെയ്തതാണ്. അപ്പോൾ ഒരു ബൈക്ക് അതിൽ വരുന്നുണ്ടായിരുന്നു. ആ ബൈക്ക് ഇടിച്ചിട്ട് ഇത് ബ്രേക്ക് ഇടാൻ വേണ്ടി ചെരിച്ചതാണ്. നന്നായിട്ട് അങ്ങോട്ട് ഡിവൈഡർ അടക്കം മറിഞ്ഞങ്ങോട്ട് ചെരിഞ്ഞു പോയതാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഈ അപകടത്തിൽ പരിക്കേറ്റിട്ട് 42 പേരാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുള്ളത്. അതിനകത്ത് ഒരു രോഗിയുടെ സ്ഥിതിയാണ് കുറച്ച് ഗുരുതരാവസ്ഥയിലുള്ളത്. 27 വയസ്സുള്ള ഷാനിത്തിന്റെ സ്ഥിതിയാണ് കുറച്ച് ഗുരുതരാവസ്ഥയിലുള്ളത്. അദ്ദേഹത്തിന് വളരെ ഗുരുതരമായ പരിക്കാണ് പറ്റിയിരിക്കുന്നത്. കരളിൽ പരിക്കുണ്ട്, അതുപോലെ തന്നെ കയ്യിലും കാലിലും തലയിലൊക്കെ പരിക്കുണ്ട്. അപ്പോൾ അടിയന്തരമായൊരു സർജറി ചെയ്ത് കരളിലെ പരിക്ക് തൽക്കാലത്തേക്ക് ബ്ലീഡിങ് നിർത്തിയിട്ടുണ്ട്. മറ്റേ ബാക്കിയുള്ള പേഷ്യൻ്റൊക്കെ സ്റ്റേബിളാണ്. ഒരാൾക്ക് മാത്രം ഒരു ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്, അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാലിലൊരു ഇഞ്ചുറി ഉണ്ട്, നല്ല ഡീപ്പായിട്ടുള്ള ഒരു ലാസറേഷൻ ആയിട്ട്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ബസ് യാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. ന്യൂസ് മലയാളം, കോഴിക്കോട്.